ആതിര മിസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് മിസ് വന്നിരിക്കുന്നത് കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അല്ലേ? യെസ് മിസ്സേ, ഷുവർ ആയിട്ട് വരുന്നുള്ള ഒരു പ്രവർത്തനെങ്കിലും പറഞ്ഞു തരുമോ? ആ ഒരു ഇതിലായിരിക്കും നിങ്ങൾ അവിടെ ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് ഒന്നല്ലടാ, ഒന്നിൽ കൂടുതൽ മിസ് പറഞ്ഞു തരും. കാരണം എൻ്റെ മക്കള് നന്നായിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതണം, നല്ല മാർക്ക് നിങ്ങൾ വാങ്ങണം. അപ്പം എന്താ മിസ് ആഗ്രഹിക്കുന്നത്? അതന്നെയല്ലേ, മക്കൾ മാർക്ക് വാങ്ങണമെന്നല്ലേ മിസ്സും ആഗ്രഹിക്കുന്നത്. അപ്പം മിസ്സിനെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് യെസ് കഥാപാത്ര നിരൂപണമാണ് അല്ലേ? കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കുക? കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കുക? എങ്ങനെയാണ്? യെസ്, കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അത് ഏത് പാഠത്തിലെയാണ് കഥാപാത്രം എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ നമുക്ക് കഥാപാത്ര നിരൂപണം എഴുതാൻ കഴിയൂല അല്ലെ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചിട്ട് എന്താണ്, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് യെസ് ഇതിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഈ കഥാപാത്രത്തിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഈ കഥാപാത്രത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നതെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഏത് കഥാപാത്രത്തിനെ കുറിച്ചിട്ടാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വേണം കേട്ടോ. അതേപോലെ തന്നെ ഏതൊക്കെ പാഠത്തിലുള്ള കഥാപാത്രങ്ങളാണെന്നും ഓർമ്മ വേണം. അപ്പൊ നമ്മൾ ഇന്നിവിടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന പാഠഭാഗത്തിലെ ഒരു കഥാപാത്രത്തെയാണ് എടുക്കുന്നത്. നോക്കിയാലോ? യെസ്, മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ ഉണ്ണിക്കണ്ണൻ എന്ന കൊച്ചു ബാലന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഉണ്ണിക്കണ്ണനെ ഓർക്കുന്നുണ്ടോ എന്റെ മക്കള്? ഒരു കുഞ്ഞു കുട്ടീനെ ഓർക്കുന്നുണ്ടോടാ? നമ്മളെ പോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അല്ലേ? അപ്പം അവന്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുക? ശ്രദ്ധിച്ചോളൂ കേട്ടോ. തിക്കോടിയന്റെ രാക്ഷസന്റെ ചിരി എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥ. കഥയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിഷ്കളങ്കനായ ഉണ്ണിക്കണ്ണൻ എന്ന ബാലനെയാണ്. തിക്കോടിയന്റെയാണ് ആ ഒരു കഥ അല്ലേ? ആ കഥയില് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ഉണ്ണിക്കണ്ണൻ എന്ന ആ ഒരു കൊച്ചു ബാലനെയാണ് കേട്ടോ. തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ്. അമ്മയോടും മുത്തശ്ശിയോടൊക്കെ ആർക്ക്? ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ് അല്ലേ? മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നുമാണ് ഊഞ്ഞാലിനോട് ഉണ്ണിക്കണ്ണന് കമ്പം ഉണ്ടാകുന്നത്. മുത്തശ്ശി ഒരുപാട് കഥകളൊക്കെ നമ്മളെ ഉണ്ണിക്കണ്ണന് പറഞ്ഞു കൊടുക്കും അല്ലേ? എന്നാല് ഒരു കഥ പറഞ്ഞു കൊടുത്തപ്പോ അതിൽ ആ ഒരു കഥയില് ഊഞ്ഞാലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന് ഊഞ്ഞാലിനോട് ആഗ്രഹം തോന്നാണ്, ഇഷ്ടം തോന്നാണ്, ഊഞ്ഞാല് വേണമെന്ന് ആ ഒരു ഊഞ്ഞാലിനോടുള്ള കമ്പം തോന്നാണ് അല്ലേ? എനിക്ക് ഊഞ്ഞാൽ വേണമെന്ന് മുത്തശ്ശിയോട് ഒരുപാട് തവണ പറയുന്നുണ്ട്. എനിക്ക് വേണം മുത്തശ്ശി, ഒരു ഊഞ്ഞാൽ വേണം മുത്തശ്ശി എന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആരോട് പറയുന്നുണ്ടായിരുന്നു? മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അല്ലേ? സാമ്പത്തികമായി വളരെ പിറകിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണന്റെ എന്നും കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ദാരിദ്ര്യമുള്ള അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റെത് അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു ഊഞ്ഞാലൊന്നും വാങ്ങാനുള്ള ആ ഒരു പൈസയൊന്നും ആർക്കില്ലായിരുന്നു? ഉണ്ണിക്കണ്ണൻ്റെ ഫാമിലിക്ക് ഇല്ലായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കാതെ പഠിച്ചല്ലോ. ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തൊക്കെയായിരുന്നു ഉണ്ണിക്കണ്ണൻ കിടന്ന് ഉറങ്ങൂലേ? അമ്മ വീട്ടുജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്ക് ആരാണ്? ഉണ്ണിക്കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? അമ്മ പാതിരാത്രിക്കാവും വരിക അല്ലേ? പണിയൊക്കെ കഴിഞ്ഞിട്ട്, വീട്ടുജോലി അല്ലേ പണി, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മളെ ഉണ്ണിക്കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ്, അമ്മ കൊണ്ടുവന്ന ചോറ് ഉണ്ണിക്കണ്ണന് കൊടുക്കണമെങ്കിൽ അവനെ ഉറക്കത്തിന് വിളിച്ചുണർത്തണ്ടേ? എന്നിട്ട് അമ്മ വിളിച്ചുണർത്തിയിട്ട് ആ ഉറക്കപ്പിച്ചാണ് അവന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ആര്? ഉണ്ണിക്കണ്ണൻ. അപ്പം കഥാപാത്ര നിരൂപണം എഴുതാൻ പറയുമ്പോൾ മക്കളെ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമന്റ് കൂടെ താഴെ രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത ദിവസം അടുത്ത പ്രവർത്തനമായിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ.